ഈ തലയിടിച്ച് വീഴുന്നത് പ്രശ്നമാണോ എന്നുള്ളത്, അതായത് ഈ തലയിടിച്ചേക്കുന്നതിൽ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? കുട്ടികളുടെ തലയൊട്ടി ഈ വീഴ്ചകൾ താങ്ങാനുള്ള രീതിയിലാണ് തൽക്കാലം ആ ഒരു പ്രായത്തിൽ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം കുട്ടികൾ താഴെ വീഴുമ്പോഴുള്ള ഇഞ്ചുറിയും മുതിർന്നവർ വീഴുമ്പോഴുള്ള, അതായത് പ്രായമുള്ളവർ ഉണ്ടാകുന്ന ഇഞ്ചുറിയും തമ്മിൽ വ്യത്യാസമാണ്. കുട്ടികൾ യൂഷ്വലി ഒരു അമ്മയുടെ കയ്യിൽ നിന്നോ അച്ഛൻ്റെ കയ്യിൽ നിന്നോ, ഈ ഇതിനകത്തൊക്കെ എക്സെപ്ഷൻസ് കാണും, കയ്യിൽ നിന്ന് താഴെ വീണ് അല്ലെങ്കിൽ കട്ടിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞ് സിവിയർ ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ് ഇവർക്ക് വരാനുള്ള. അപ്പോൾ എവിടെയാണ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടികൾ താഴെ വീണ് കഴിഞ്ഞാൽ അതിനുശേഷം ഈ കുട്ടികൾ പൂർണ്ണമായും മയങ്ങിപ്പോവുകയാണ്. കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പൂർണ്ണമായിട്ട് മയങ്ങിപ്പോവാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഫിറ്റ്സ് അപസ്മാരം പോലെ വരികയാണ്. ഛർദിൽ വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരണം, പക്ഷേ ഛർദിൽ വരിക എന്നുള്ളത് വലിയൊരു കൺസേൺ അല്ല. കുട്ടികൾ തലയടിച്ച് വീണ് കഴിഞ്ഞാൽ 1-2 തവണ ഛർദിക്കുന്ന സ്വാഭാവികം. വീണതിന് ശേഷം റെസ്പോൺസ് കുറയുക എന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ കൺസേൺ വരുന്നത്. അല്ലാതെ കുട്ടികൾ തലയടിച്ച് ഉയരത്തിൽ നിന്ന് വീഴുന്നത് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കട്ടിൽ നിന്ന് വീണ് അമ്മയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കുതിറി താഴെ വീണ് ഇങ്ങനെ വീണ് കുട്ടികൾക്ക് തലയ്ക്ക് ഉള്ളിലോട്ട് പരിക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അതേ ഒരു വീഴ്ച ഒരു പ്രായമുള്ള 80 വയസ്സിനുള്ള ആൾക്കാർക്ക് അതേ ഒരു വീഴ്ച വീണ് കഴിഞ്ഞാൽ പലപ്പോഴും മരണകാരണം വരെ ആകാം. കാരണം അവരുടെ സ്കള്ളിനകത്തുള്ള ബ്രെയിൻ ചുരുങ്ങിയത് കൊണ്ട് സ്കള്ളിനകത്തുള്ള സ്പേസ് കൂടുതല.